ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. 2022 ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. തുടക്കം തന്നെ മധുരത്തിലാകും. ഇന്നത്തെ എൻ്റെ വീഡിയോ നുറുക്ക് ഗോതമ്പ് പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നുറുക്ക് ഗോതമ്പ് 3-4 പ്രാവശ്യം കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിലോട്ടാക്കി നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതായത് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ. കുക്കറിലാക്കി കൊടുത്തിട്ടുണ്ട്. 4 വിസിൽ വരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചേക്കണമല്ലേ, 4 വിസിൽ മതി. നുറുക്ക് ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് പാനിയാക്കി എടുക്കാം. നുറുക്ക് ഗോതമ്പ് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയും നമുക്ക് 1/2 കിലോ തന്നെ എടുക്കാം. 2 കിലോ ശർക്കരയാണ് എടുത്തിരുന്നത്. അത് ഞാൻ പൊടിക്കൊന്നും ചെയ്യാതെ നേരിട്ട് അങ്ങ് വെച്ച് കുടിക്കാറ്. കുട്ടിയോടെ കുടിക്കാൻ മതി. ബാക്കി ഇറക്കി പാനിയായിട്ട് പാമ്പൂടെ പാനിയാക്കി ഇട്ടുന്നുണ്ട്. നമുക്ക് ഈ ശർക്കരപ്പാനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കർ 3 വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോയിന്റ് നമുക്ക് നോക്കാം. ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. എന്നാലും കറക്റ്റാണ്. ഞാൻ ഒഴിച്ച വെള്ളവും കൃത്യ പാകത്തിലായിരുന്നു. ഗോതമ്പ് ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശരിക്കും നമുക്ക് ഈ ഗോതമ്പ് വരട്ടി എടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. നെയ്ക്കകത്തിട്ട് നമുക്ക് വരട്ടി കൊടുക്കാം. ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ഗോതമ്പും നെയ്യും കൂടെ നമുക്ക് ശരിക്കും ഇളക്കി യോജിപ്പിക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഞാൻ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ശരിക്കും ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം. ഞാൻ 1.5 തേങ്ങ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 തേങ്ങയുടെ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് 2-ാം പാലം ഒഴിച്ച് കൊടുക്കണം. ആയിട്ടില്ല, കുറച്ച് താമസം പിടിക്കും. ഇനി നമുക്ക് 2-ാം പാലം ഒഴിച്ചു കൊടുക്കാം. ചേർന്ന് അങ്ങനെ അരിച്ചം ഒഴിച്ചു കൊടുക്കാം.
ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യണം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ചൂടാക്കിയാൽ മതി. ആയിട്ടില്ല, ഇച്ചിരി സമയം കൂടെ പിടിക്കും. ഒന്നാം പാൽ ഒഴിക്കാം. എന്നിട്ട് ശരിക്കും തിളച്ച് ഇച്ചിരി വറ്റി വരട്ടെ, എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏലക്കയും ജീരകവും പഞ്ചസാരയും ചേർത്ത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ മുമ്പ് ചേർത്താലും കുഴപ്പമില്ല. ഞാനത് അങ്ങ് വിട്ടുപോയി. അത് കുഴപ്പമില്ല, ഇപ്പം ചേർത്താലും മതി. ഇതിന് സത്തും കൂടെ ശരിക്കും അങ്ങ് ഉണ്ടാവട്ടെ. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്ക്. ഇനി നമുക്ക് തിക്കായിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. തിളക്കിൻ്റെ ആവശ്യമില്ല, അതൊക്കെ തിളങ്ങി വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ശരിക്കും ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. തിള വരുന്ന സമയം കൂടെ നമുക്ക് അങ്ങ് നിർത്താം. ഇത്ര നേരമായിട്ടും തിളക്കണ പരുവത്തിലായിട്ടില്ല, അതൊക്കെ തിള വരട്ടെ. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പായസം നന്നായിട്ട് കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യിലെ കശുവണ്ടിയും കുറച്ച് തേങ്ങാക്കൊത്തും കിസ്മിസും കൂടെ നമുക്ക് വറുത്തതിൻ്റെ അകത്തിടാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസായി വരട്ടെ. അതിൽ നമുക്കൊന്ന് ഇളക്കാം. ശരിക്കും മിക്സായിട്ടുണ്ട്. ചേഞ്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. തേങ്ങ ഫ്രൈ ആയി വന്നോളൂ. ഗോൾഡൻ കളറായി വന്നിട്ട് നമുക്ക് ഈ പായസത്തിലോട്ട് ആക്കി കൊടുക്കാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കാം. അതായത് ഗോൾഡൻ കളർ ആവുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് ഞാൻ കോരി അങ്ങോട്ട് പായസത്തിലോട്ട് മാറ്റിക്കൊണ്ട് ഇനി കുറച്ച് കിസ്മിസ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഇത് ഗോൾഡൻ കളർ പോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതേ പായസത്തിലോട്ട് ആക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുവരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.